അതിൽ അതായത് പൂച്ചയെ രക്ഷിക്കുന്നത് കാണാൻ ഇപ്പോൾ കൂടുതൽ ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണോ? അതെ അതെ, നമുക്ക് അവിടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ അവിടെ കുറെ ആളുകൾ നിൽക്കുന്നത് കാണാം. പൂച്ചയെ രക്ഷിക്കുന്നത് കാണാൻ ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോ ആളുകൾ വഴിയിൽ കൂടെയൊക്കെ പോകുന്ന ആളുകൾ നിൽക്കുകയാണ്. ചേട്ടാ, പൂച്ചയെ ഇറക്കണം എങ്ങനെയെങ്കിലും അല്ലേ? ഇറക്കണം, ജീവനാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ചേട്ടാ ഇവിടെ താമസിക്കുന്നത്? ഞാൻ ഇവിടുത്തെ ആണ്. ഇത് എങ്ങനെയാ അതിന്റെ പരിപാടി നോക്കാൻ വന്നതാണോ? അതെ അതെ. ഇത് ചേട്ടാ എവിടെ നിന്ന് വരുന്ന? ഞാൻ ട്രിവാൻഡ്രം. ഇത് ഇവിടെ നിൽക്കണതിന്റെ കാര്യം ഞാൻ ഇത് കണ്ടിട്ട് എന്നാണ് പൂച്ചയെ ഇങ്ങനെ ഇറക്കണം. അത് കണ്ടിട്ട് ഇത് രക്ഷിക്കണം, കാരണം ഒരു ജീവൻ അങ്ങനെ ഒരാഴ്ച. അതെ, ഒരാഴ്ചയായി എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം കിട്ടിയോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ, ഒരു വിവരവും ഇല്ല. കേട്ടപ്പോ ഒരു ആശങ്ക. ഞാനും തിരുവനന്തപുരം. ചേട്ടൻ ഇവിടെ നാട്ടുകാരൻ തന്നെ, നെടുമങ്ങാട്. ശരി, ഈ ഭാഗത്ത് നിന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതായത് ഈ പില്ലറിന്റെ ഒരു വശം മുതൽ മറുവശം വരെ പൂച്ച നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൂച്ച നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ കാര്യം ചോദിക്കട്ടെ, അല്ല നിങ്ങൾ അതിന് പേരൊക്കെ ഞാനല്ല ഇട്ടത്. എന്താ പേരിട്ടത്? എനിക്ക് അവിടെ ആളല്ലേ സുഭാഷ് എന്നൊരു പേരിട്ടു. ചേട്ടൻ്റെ നാണമാണ്. മറ്റൊരാളുണ്ട്. ചേട്ടാ ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇവിടെ നിങ്ങൾ ഇതിന് പേരൊക്കെ ഇട്ട് ഇതിനെ വിളിച്ചൊക്കെ ചെയ്തു. അതെ അതെ. എന്താ അവസ്ഥ? എന്നിട്ട് അത് വിളിക്കുമ്പോൾ അത് വരും, വന്നിട്ട് കുറച്ചു നേരം നോക്കും. ഞങ്ങൾ സുഭാഷ് എന്ന് വെറുതെ വിളിച്ചതാ, ചുമ്മാ. അത് വിളികെട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇടക്ക് വരും. അത് ഇവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വിളിക്കണത്. ഞങ്ങൾ വിളിക്കുമ്പോൾ കേൾക്കില്ല, എന്ന് വെച്ചാൽ സൗണ്ട് അല്ലേ. അപ്പൊ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ വിളിക്കും, സുഭാഷ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ നോക്കി ഇരിക്കും. ഇറങ്ങാൻ നോക്കണം, അതിന് പേടിയല്ലേ. അത്രയും മുകളിൽ നോക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അത് കാരണം അത് ഇറങ്ങാനുള്ള പറ്റില്ല. ഇങ്ങനെ ചെയ്തത് എന്തായാലും നന്നായി. അതെ അതെ അതെ. ക്രെയിൻ കൊണ്ടുവന്ന് ഇപ്പൊ എടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടല്ലോ. എത്ര ദിവസമായിട്ട് നിങ്ങൾ ഇത് കാണുന്ന ചേട്ടാ? ഒരു 3-4 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഫുഡൊക്കെ കൊടുക്കുന്ന കാരണം കുഴപ്പമില്ലാണ്ടിരിക്കണം പുള്ളി. ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാ? ഫുഡ് അവർ ഈ ക്രെയിനിൽ മറ്റേ മെട്രോയിൽ ജീവനക്കാർ വന്നിട്ട് ക്രെയിനിൽ വെച്ചിട്ട് മേളിൽ കയറിയിട്ട് അവിടെ വെച്ച് കൊടുക്കും. അപ്പൊ ഇത് എടുക്കാനുള്ള ഉയരം ഇതിനില്ലേ? ക്രെയിൻ ഉണ്ട്, അവർ കയറിയല്ലോ. അവർ കയറി അവിടെയൊക്കെ നോക്കി. പക്ഷെ ഈ ആളെ കാണുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളയും. പേടിച്ചോടാ. അതിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കയറിയിരിക്കും. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. ഇവരൊക്കെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്, ഓട്ടോ ഓടുന്നവരാണ് ഇവർ. സുഭാഷ് എന്ന് പേരിട്ട് ഇതിനെ വിളിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ പൂച്ചയ്ക്ക് ഇറങ്ങി വരാൻ പേടിയാണ്. ഇനി ഉയർത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. ക്രെയിൻ ഉയരുകയാണ്. അതിന്റെ അതെ, ക്രെയിൻ ഉയരുന്നതാണ് സ്മൃതി നമ്മൾ കാണുന്നത്. അതെ, പൂച്ചയെ രക്ഷിക്കാൻ ഒരാഴ്ചയായി കുടുങ്ങിക്കിടക്കുന്ന പൂച്ചയെ രക്ഷിക്കാനുള്ള നടപടി തുടങ്ങുന്നു. അനിമൽ റെസ്ക്യൂ കൊച്ചി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ അവർ ക്രെയിൻ കൊണ്ടുവന്നുള്ളതാണ്. പക്ഷേ ഒരാഴ്ചയായി പൂച്ച ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നു. അതെ, അവിടെ പൂച്ചയുണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇതിന്റെ ഒരു മധ്യഭാഗത്താണ് പൂച്ച ഇരിക്കുന്നത് സാധാരണഗതിയിൽ എന്നാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത്.